2020 നവംബർ 25. ലോകം മുഴുവൻ ഒരേ വാർത്ത കേട്ട ദിവസം. ഫുട്ബോളിൻ്റെ ദൈവം ഡിയേഗോ അർമാൻഡോ മറഡോണ ഇനിയില്ല. അർജന്റീന കരഞ്ഞു. നാപ്പിൾസ് നിശബ്ദമായി. സ്റ്റേഡിയങ്ങൾ പോലും ശൂന്യമായി തോന്നി. കാരണം അതൊരു സാധാരണ ഫുട്ബോൾ താരത്തിൻ്റെ മരണമല്ലായിരുന്നു. അത് ഒരു കാലഘട്ടത്തിൻ്റെ അവസാനമായിരുന്നു. പക്ഷേ മറഡോണയുടെ മരണത്തിന് പിന്നാലെ ഒരു ചോദ്യമുയർന്നു. അദ്ദേഹം ശരിക്കും സ്വാഭാവികമായി മരിച്ചോ? അല്ലെങ്കിൽ ഫുട്ബോൾ ലോകം ദൈവമായി ആരാധിച്ച മനുഷ്യനെ അവസാനം എല്ലാവരും ഒറ്റപ്പെടുത്തി കളഞ്ഞു? ഒരിക്കൽ ഒരു പന്ത് മാത്രം ഉപയോഗിച്ച് ലോകത്തെ മുട്ടുകുത്തിച്ച മനുഷ്യൻ. പക്ഷേ അതേ മനുഷ്യൻ അവസാനം സ്വന്തം ജീവിതത്തോട് പോലും തോറ്റു. ഇതാണ് ഡിയേഗോ മറഡോണയുടെ കഥ. ഒരു മനുഷ്യൻ, ദൈവമായ കഥ. 1960 ഒക്ടോബർ 30. അർജന്റീനയിലെ ബ്യൂണസ് ഐറസിന് സമീപമുള്ള വില്ല ഫിയോറിറ്റോ എന്ന ദരിദ്ര പ്രദേശത്ത് ഒരു കുഞ്ഞ് ജനിച്ചു. പേര് ഡിയേഗോ അർമാൻഡോ മറഡോണ. ആ കുടുംബത്തിന് പണമില്ലായിരുന്നു. വീട് ചെറിയത്. ഭക്ഷണം പോലും ചില ദിവസങ്ങളിൽ മതിയാകില്ല. പക്ഷേ ആ വീട്ടിൽ ഒരു കാര്യം മാത്രം അധികമായിരുന്നു: സ്വപ്നങ്ങൾ. ചെറുപ്പം മുതൽ മറഡോണയ്ക്ക് പന്തിനോടൊരു ഭ്രാന്തുണ്ടായിരുന്നു. അവൻ ഉറങ്ങുന്നതിന് മുൻപും കണ്ണു തുറന്ന ഉടനെയും പന്ത് തന്നെയായിരുന്നു ലോകം. ഒരു ദിവസം അവൻ്റെ അമ്മ ചോദിച്ചു, "ഡിയേഗോ, നിനക്കെന്താകണം?" അവൻ പറഞ്ഞു, "ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ താരം." അപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു, ഈ ദരിദ്ര പ്രദേശത്തെ കുട്ടി ഒരു ദിവസം ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ മനുഷ്യരിൽ ഒരാളായി മാറുമെന്ന്. മറഡോണയുടെ കഴിവ് വളരെ വേഗം ആളുകൾ ശ്രദ്ധിച്ചു. അവൻ പന്ത് കാലിൽ വെച്ചാൽ അത് മാജിക്കായി മാറും. 8 വയസ്സിൽ തന്നെ അവൻ ആർജന്റീനോസ് ജൂനിയേഴ്സ് ക്ലബിൻ്റെ ശ്രദ്ധ പിടിച്ചു. കുറച്ച് വർഷങ്ങൾക്കകം അർജന്റീനയിൽ അത്ഭുത ബാലൻ എന്ന പേരിരുട്ടി. സ്റ്റേഡിയങ്ങളിൽ ആളുകൾ മറഡോണയെ കാണാൻ മാത്രം എത്തിത്തുടങ്ങി. ഒരു കോച്ച് പിന്നീട് പറഞ്ഞിരുന്നു, "ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ പന്ത് നിയന്ത്രിക്കുന്ന കുട്ടിയെ കണ്ടിട്ടില്ല." 1976. വെറും 15 വയസ്സ്. മറഡോണ പ്രൊഫഷണൽ അരങ്ങേറ്റം നടത്തി. അപ്പോൾ മുതൽ അർജന്റീനയ്ക്ക് ഒരു കാര്യം മനസ്സിലായി: ഒരു കൊടുങ്കാറ്റ് വരുന്നു. 1970കളുടെ അവസാനം. മറഡോണ ഇനിയൊരു യുവതാരം മാത്രമല്ല, അവൻ അർജന്റീനയുടെ ഭാവിയായിരുന്നു. ബോക്ക ജൂനിയേഴ്സിലേക്ക് എത്തിയതോടെ ജനങ്ങളുടെ സ്നേഹം പൊട്ടിത്തെറിച്ചു. സ്റ്റേഡിയങ്ങൾ മുഴുവൻ അവൻ്റെ പേര് വിളിച്ചു, "മറഡോണ, മറഡോണ." അവൻ കളിക്കുമ്പോൾ ഫുട്ബോൾ പോലും വേറൊരു കല പോലെ തോന്നും. 1982. ലോകത്തിലെ വലിയ ക്ലബ്ബുകളിലൊന്ന് ബാർസലോണ. അവർ മറഡോണയെ സ്വന്തമാക്കി. അത് ആ കാലത്തെ ലോക റെക്കോർഡ് ട്രാൻസ്ഫറുകളിൽ ഒന്നായിരുന്നു. പക്ഷേ സ്പെയിനിലെല്ലാം എളുപ്പമായിരുന്നില്ല. പരിക്കുകൾ, വിവാദങ്ങൾ, മർദ്ദനം, മീഡിയ ആക്രമണം. അവൻ പലപ്പോഴും കോപം നിയന്ത്രിക്കാനാകാതെ പോയി. 1984 കോപ ഡെൽ റേ ഫൈനൽ. സ്റ്റേഡിയം മുഴുവൻ മുന്നിൽ വലിയ കലാപം നടന്നു. അവിടെ നിന്ന് മറഡോണയുടെ ഇരുണ്ട വശം ലോകം കാണാൻ തുടങ്ങി. പക്ഷേ ഇതെല്ലാം വരാനിരിക്കുന്ന കഥയുടെ തുടക്കം മാത്രമായിരുന്നു. 1984 മറഡോണ ഇറ്റലിയിലേക്കെത്തി. ക്ലബ്ബ് നെപ്പോളി. അന്ന് നെപ്പോളി വലിയ ക്ലബ്ബല്ലായിരുന്നു. വടക്കൻ ഇറ്റലിയിലെ സമ്പന്ന ക്ലബ്ബുകൾക്കിടയിൽ അവർ അപമാനിക്കപ്പെട്ടവരായിരുന്നു. പക്ഷേ ഒരു മനുഷ്യനെല്ലാം മാറ്റി: ഡിയേഗോ മറഡോണ. നെപ്പോൾസ് നഗരത്തിന് അവൻ ഫുട്ബോൾ താരം മാത്രമായിരുന്നില്ല, അവൻ പ്രതീക്ഷയായിരുന്നു, വിപ്ലവമായിരുന്നു, ദൈവമായിരുന്നു. മറഡോണ നെപ്പോളിയെ ഇറ്റാലിയൻ ചാമ്പ്യന്മാരാക്കി. 1987 നെപ്പോളി ആദ്യ സീരി ആ കിരീടം നേടി. നഗരം ഭ്രാന്തായി ആഘോഷിച്ചു. ആളുകൾ വീടുകളിൽ മറഡോണയുടെ ചിത്രങ്ങൾ വെച്ചു. ചിലർ അദ്ദേഹത്തെ യേശുവിനെപ്പോലെ ആരാധിച്ചു. പക്ഷേ ഈ പ്രകാശത്തിന് പിന്നിൽ ഇരുട്ട് വളരുകയായിരുന്നു. 1986 ഫിഫ വേൾഡ് കപ്പ് മെക്സിക്കോ. ഇതാണ് മറഡോണയെ മനുഷ്യനിൽ നിന്ന് ദൈവമാക്കിയ ടൂർണമെൻറ്റ്. അർജന്റീനയുടെ ക്യാപ്റ്റൻ
മുഴുവൻ രാജ്യം അവൻ്റെ തോളിലായിരുന്നു. ക്വാർട്ടർ ഫൈനൽ അർജന്റീന വേഴ്സസ് ഇംഗ്ലണ്ട്. ഇത് ഫുട്ബോൾ മത്സരത്തേക്കാൾ കൂടുതലായിരുന്നു. 1982 ഫാൽക്ലൻഡ്സ് വാറിൻ്റെ മുറിവുകൾ ഇനിയും ജീവനോടെ ഉണ്ടായിരുന്നു. പിന്നീട് ലോക ഫുട്ബോളിലെ ഏറ്റവും വിവാദ നിമിഷങ്ങളിൽ ഒന്ന് സംഭവിച്ചു. മറഡോണ കൈ ഉപയോഗിച്ച് ഗോൾ നേടി. റഫറി കണ്ടില്ല, ഗോൾ അനുവദിച്ചു. പിന്നീട് മറഡോണ പറഞ്ഞു, അത് കുറച്ച് മറഡോണയുടെ തലയും കുറച്ച് ദൈവത്തിൻ്റെ കൈയും ആയിരുന്നു, ഹാൻഡ് ഓഫ് ഗോഡ്. പക്ഷേ അതേ മത്സരത്തിൽ അവൻ മറ്റൊരു ഗോൾ നേടി. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ എന്ന് പലരും വിളിക്കുന്ന ഗോൾ. മിഡ്ഫീൽഡിൽ നിന്ന് പന്തെടുത്ത് 5 ഇംഗ്ലണ്ട് താരങ്ങളെ മറികടന്ന് ഗോൾ കീപ്പറെയും കടന്ന് ഗോൾ. ആ നിമിഷം ലോകം ഒരേയൊരു കാര്യം മനസ്സിലാക്കി, ഇവൻ സാധാരണ മനുഷ്യനല്ല. ഫൈനൽ അർജന്റീന വേഴ്സസ് വെസ്റ്റ് ജർമ്മനി. അർജന്റീന ജയിച്ചു. മറഡോണ വേൾഡ് കപ്പ് ഉയർത്തി. ആ രാത്രി ഫുട്ബോൾക്ക് ഒരു രാജാവിനെ ലഭിച്ചു. പക്ഷേ പ്രശസ്തി ചിലപ്പോൾ മനുഷ്യനെ നശിപ്പിക്കും. നേപ്പിൾസിൽ മറഡോണയുടെ ജീവിതം ക്രമേണ നിയന്ത്രണം വിട്ടു. രാത്രി പാർട്ടികൾ, മയക്കുമരുന്ന്, മാഫിയ ബന്ധങ്ങളുടെ അഭ്യൂഹങ്ങൾ, മാധ്യമങ്ങളുടെ സമസമ്മർദ്ദം. അവനിനി ഫുട്ബോൾ താരം മാത്രമല്ലായിരുന്നു, അവൻ ലോകത്തിലെ ഏറ്റവും പിന്തുടരപ്പെട്ട മനുഷ്യരിൽ ഒരാളായി മാറി. പുറത്ത് ലക്ഷക്കണക്കിന് ആരാധകർ, പക്ഷേ അകത്ത് മറഡോണ ഒറ്റയ്ക്കായിരുന്നു. 1991 ലോകം ഞെട്ടി. മറഡോണ കൊക്കൈൻ പരിശോധനയിൽ പോസിറ്റീവായി. ഫിഫ സസ്പെൻഡ് ചെയ്തു. അവനെ ഒരിക്കൽ ദൈവമായി ആരാധിച്ച ലോകം ഇപ്പോൾ വിമർശിക്കാൻ തുടങ്ങി. മീഡിയ അവനെ വേട്ടയാടിച്ചു. സ്റ്റേഡിയങ്ങൾ മാറി, ജനങ്ങൾ മാറി, ജീവിതം മാറി. 1994 വേൾഡ് കപ്പ്. മറഡോണ വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ വീണ്ടും ഡ്രഗ് ടെസ്റ്റ് വിവാദം അവനെ പുറത്താക്കി. അന്ന് ക്യാമറയിൽ പകർത്തിയ അവൻ്റെ കണ്ണുകളിലെ തകർച്ച ഇന്നും ഫുട്ബോൾ ആരാധകർ മറന്നിട്ടില്ല. ആ ദിവസം ഒരു ഇതിഹാസം പതറുകയായിരുന്നു. വർഷങ്ങൾ കടന്നു. മറഡോണയുടെ ആരോഗ്യം മോശമായി, ഭാരം കൂടി, ആശുപത്രികൾ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നു. പക്ഷേ ജനങ്ങളുടെ സ്നേഹം ഒരിക്കലും കുറഞ്ഞില്ല. അവൻ എവിടെ പോയാലും ആളുകൾ കരഞ്ഞു. കാരണം അവർ ഒരു ഫുട്ബോൾ താരത്തെയല്ല, സ്വന്തം വികാരങ്ങളെ കണ്ടു. 2020 നവംബർ 25 ഡിയേഗോ മറഡോണ മരിച്ചു. കാരണം ഹാർട്ട് അറ്റാക്ക്. പക്ഷേ അതിനുശേഷം വിവാദങ്ങൾ തുടങ്ങി. ഡോക്ടർമാർക്കെതിരെ അന്വേഷണം, മെഡിക്കൽ നെഗ്ലിജൻസ് ആരോപണങ്ങൾ. മറഡോണയ്ക്ക് വേണ്ട ചികിത്സ ലഭിച്ചില്ലേ, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തിയോ എന്ന് ചോദ്യങ്ങൾ ഇന്നും നിലനിൽക്കുന്നു. മറഡോണ പരിപൂർണ മനുഷ്യനല്ലായിരുന്നു. അവൻ തെറ്റുകൾ ചെയ്തു, അവൻ തകർന്നു, അവൻ വഴിതെറ്റി. പക്ഷേ ഒരു പന്ത് കൊണ്ട് ലോകത്തെ സ്വപ്നം കാണിച്ച മനുഷ്യനായിരുന്നു അവൻ. ഇന്നും നേപ്പിൾസിൽ മതിലുകളിൽ അവൻ്റെ ചിത്രമുണ്ട്. ഇന്നും അർജന്റീനയിൽ ആളുകൾ അവൻ്റെ പേര് വിളിക്കുന്നു. കാരണം ചില മനുഷ്യർ മരിക്കില്ല, അവർ കഥകളായി ജീവിക്കും. മറഡോണ, മറഡോണ, ഫോറെവർ നമ്പർ 10. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഇനിയും ഇത്തരം ഡോക്യുമെൻ്ററികൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.